നമസ്കാരം. കുരിശുമലകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട കുരിശുമലകളെ പരിചയപ്പെടുത്തുന്ന ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മളിന്ന് നിൽക്കുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയത്തിൻ്റെ തിരുമുറ്റത്താണ്. കോതമംഗലം രൂപതയിലെ മൈലക്കൊമ്പ് സെൻറ് തോമസ് ദേവാലയത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. വിശുദ്ധ തോമാസ് ശ്ലീഹായിൽ നിന്ന് നേരിട്ട് വിശ്വാസ പാരമ്പര്യം ലഭിച്ച ഒരു ഇടവക സമൂഹമാണ് മൈലക്കൊമ്പ് സെൻറ് തോമസ് ദേവാലയത്തിലുള്ളത്. മൈലാപ്പൂരിൽ നിന്ന് തന്നോടൊപ്പം പോകുന്ന വിശ്വാസികളെ ഈ ഒരു ദേവാലയത്തിൽ, ഈ ഒരു മൈലക്കൊമ്പ് ദേവാലയ അതിർത്തി പ്രദേശത്ത് തോമാസ് ശ്ലീഹ താമസിപ്പിച്ചു എന്നത് തന്നെയാണ് ചരിത്രം. എന്തായാലും ഈ ഒരു മൈലക്കൊമ്പ് ദേവാലയത്തിന് കീഴിലുള്ള ഒരു കുരിശുമലയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പുണ്യപാദ സ്പർശനമേറ്റ മൈലക്കൊമ്പ് സെൻറ് തോമസ് ദേവാലയത്തിൻ്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുണ്യഭൂമിയാണ് മണിയന്ത്രം കുരിശുമുടി. വിശുദ്ധ തോമാസ് ശ്ലീഹ മൈലക്കൊമ്പിലായിരുന്ന സമയത്ത് ഏകാന്ത പ്രാർത്ഥനയ്ക്കായി ഈ മണിയന്ത്രം കുരിശുമടിയുടെ മുകളിൽ എത്തിയിരുന്നു എന്നതാണ് പാരമ്പര്യമായി വിശ്വാസികൾ വിശ്വസിക്കപ്പെടുന്നത്. ഈ ഒരു പുണ്യ കുരിശുമുടിയുടെ ചരിത്രവും വിശേഷങ്ങളുമെല്ലാം നമുക്കിന്ന് കാണാം. ഈ മൈലക്കൊമ്പ് ഫെറോന ദേവാലയത്തിൻ്റെ വികാരിയച്ഛനായ ഫാദർ മാത്യൂസ് മാളിയേക്കലച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്നേഹമുള്ളവരെ, 1-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഒരു പള്ളിയാണ് മൈലക്കൊമ്പ് സെൻറ് തോമസ് ഫെറോന ദേവാലയം. വിശുദ്ധ തോമാസ് ശ്ലീഹ ഇവിടെ വരികയും ഇവിടെ ഇത് സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ ദേവാലയം. ഒത്തിരി ആളുകൾ തീർത്ഥാടനമായിട്ട് ഈ പള്ളിയിൽ വരുന്നുണ്ട്. തോമാസ് ശ്ലീഹായുടെ പ്രത്യേക ഭക്തിയും അതുപോലെ തന്നെ വിശ്വാസവും അവർ പ്രകടിപ്പിക്കാറുമുണ്ട്. ഇവിടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവരുടെ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. കാരണം അവരുടെ പൂർവികരെല്ലാം അടക്കിയിരിക്കുന്നതും ഈ മൈലക്കൊമ്പ് ദേവാലയത്തിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ തൃപ്പൂണിത്തുറയ്ക്ക് ഇപ്പുറത്തേക്ക് വേറെ ദേവാലയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ദേവാലയം ഉണ്ടായതിന് ശേഷമാണ് മറ്റ് ദേവാലയങ്ങൾ ജന്മമെടുത്തത്. ആരക്കുഴ, നെടിശാല, മുതലക്കോടം, അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള മറ്റ് ദേവാലയങ്ങളൊക്കെ മൈലക്കൊമ്പ് ദേവാലയം ഉണ്ടായതിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മൈലക്കൊമ്പ് ദേവാലയത്തെ 100 വർഷങ്ങൾക്ക് മുമ്പ് മണിയന്ത്രം കുരിശുമുടിയിലേക്ക് എല്ലാ വെള്ളിയാഴ്ചയും വിശുദ്ധ കുരിശിൻ്റെ വഴി നടത്തുമായിരുന്നു, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത്. അതോടൊപ്പം തന്നെ പുതുഞാറാഴ്ച തിരുനാൾ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കപ്പെട്ടു വരുന്നു. അഭിമന്യ കണ്ടത്തിൽ പിതാവിൻ്റെ പ്രത്യേകമായ കൽപ്പന ഇവിടുത്തെ പുതുഞാറാഴ്ച തിരുനാളിനായിട്ട് നൽകിയിട്ടുണ്ട്. ആ കൽപ്പന ഇവിടെ ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ പഴയ ലിഖിതങ്ങളൊക്കെ നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ പഴമയെ വിളിച്ചോതുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ദേവാലയത്തേക്കുള്ള സ്വാഗതം. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായി ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു.
പ്രിയമുള്ളവരെ, നമ്മളപ്പോൾ ഈ ഒരു മണിയന്ത്രം കുരിശുമല നമ്മളത് കയറ്റം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു നമ്മുടെ ഒപ്പം തന്നെ മൈലക്കൊമ്പ് ഇടവകയിലെ വികാരിയച്ഛനും കൊച്ചച്ഛനും അതോടൊപ്പം തന്നെ വിശ്വാസികൾ എല്ലാവരും കൂടി ചേർന്നാണ് ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ ഒരു കുരിശിൻ്റെ വഴി ഈ മലയിലേക്ക് കയറുന്നത്. പ്രാരംഭ പ്രാർത്ഥനയും ഒന്നാം സ്ഥലവും പിന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു മലകയറ്റം ആരംഭിച്ചിരിക്കുകയാണ്. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു, പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു, മറ്റ് ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന് പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവരെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. കുരിശുമലയുടെ 5ാം സ്ഥലം പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾ 1 മുതൽ 4 വരെ ടാറിട്ട റോട്ടിൽ കൂടെയുള്ള ഒരു കയറ്റമായിരുന്നു. അതിനുശേഷം 5ാം സ്ഥലം വരെ നമുക്ക് കാണാം ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ട റോഡ്. ഇതിന് ശേഷമാണ് നമ്മൾ കുത്തനെയുള്ള മല കയറാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ എന്നോടൊപ്പം ഈ ഒരു മൈലക്കും ദേവാലയത്തിൻ്റെ സഹവികാരിയായ ഔസേപ്പ് കുന്നുംപുറത്തച്ഛൻ അച്ഛൻ നമ്മെ ചേരുകയാണ്. അച്ഛാ, വളരെ ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒരു തോമാസ് ലിഹയുടെ പാദസ്പർശനമേറ്റ ഒരു മണ്ണിലൂടെയാണ് നമ്മളും ഇപ്പോൾ ഈ ഒരു മല കയറി പോകുന്നത്. ഇതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം അച്ഛനൊന്ന് പറയാം. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, മലമുകൾ എന്നും ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. തീർച്ചയായും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മലമുകൾക്ക് എപ്പോഴും പ്രാധാന്യമുള്ളത് നമുക്ക് ബൈബിളിലാണെങ്കിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ സംയുക്തമായിട്ട് നമുക്ക് പല മേഖലകളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു മലയാണ് ഈ മണിയന്ത്രം മല എന്ന് പറയുന്നത്. 1913 ഈ മാർച്ച് മാസത്തിൽ തന്നെ മഞ്ഞപ്ര ആശാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇവിടെ ഒരു കരിങ്കൽ കുരിശ് നാട്ടുന്നത്. 1913. പിന്നീട് 1916 ആകുമ്പോഴേക്കും അന്നത്തെ ഒരു കൽപ്പന മേടിക്കുകയും എറണാകുളം വികാരിയത്തിൻ്റെ ലൂയിസ് പഴയപറമ്പിൽ പിതാവിൽ നിന്ന് കൽപ്പന ലഭിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് ഇതൊരു മണിയന്ത്രം മലയിലേക്ക് മാറുന്നത്. 1859 വാഴക്കുളത്ത് കൊവയന്ത്ര സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അന്നത്തെ വികാരിയച്ഛൻ തൻ്റെ നാളാഗമനത്തിൽ ഈ കൊവയന്തയിലെ ബഹുമാനപ്പെട്ട വൈദികരും അതുപോലെ തന്നെ സന്യാസികളും ഈ മല കയറുന്നതൊക്കെ ആയിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ നാളാഗമത്തിൽ. പക്ഷേ അതിൻ്റെ അത്യനിയമ ചരിത്ര വസ്തുത കറക്റ്റ് നമുക്ക് പോയിൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് നാളാഗമനത്തിൽ അന്നത്തെ വികാരിച്ചൻ ഇതിൻ്റെ അകത്ത് നാളാഗമനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 1916 ഏപ്രിൽ 30 അഭിമന്യമാർ ലൂയിസ് പഴയപറമ്പിൽ പിതാവിൽ നിന്ന് കൽപ്പന ലഭിച്ചത്. പിന്നെ 1935 നമ്മളിവിടെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. വിശുദ്ധ കുർബാന ചൊല്ലാൻ ആരംഭിക്കുന്നത് 1936 പരിശുദ്ധ കുർബാനയുടെ വാഴും ആരംഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ചരിത്രം രൂപപ്പെട്ടു വരുന്നത്. ഒപ്പം തോമാസ് ലീഹ മലക്കൊമ്പിലായിരുന്ന സമയങ്ങളിലെല്ലാം ഈ ഒരു മലയുടെ മുകളിൽ നമുക്കറിയാം അതൊരു വിശ്വാസ പാരമ്പര്യമാണ്. ചരിത്ര വസ്തുതയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു വിശ്വാസ പാരമ്പര്യമാണ്. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ ഇങ്ങനൊരു വചനമുണ്ടല്ലോ, ഈശോ ചെയ്ത മറ്റ് പല കാര്യങ്ങളുണ്ട്,
അവയെല്ലാം എഴുതപ്പെട്ടിരുന്നെങ്കിൽ ഈ ലോകം തന്നെ തികയാതെ വരുമെന്ന് പറഞ്ഞൊരു വചനമുണ്ട്. എന്ന് പറഞ്ഞ പോലെ എഴുതപ്പെട്ട വചനം തിരുവചനമാണ്, എഴുതപ്പെടാത്ത വിശുദ്ധ പാരമ്പര്യങ്ങളാണ്. അപ്പോൾ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ തോമാസ് ലീഹ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം പല മലമുകളിലേക്കും തോമാസ് ലീഹയുടെ അടുത്ത ബന്ധമുണ്ട്. പിന്നെ ഈ മടക്കത്താനം എന്ന് പറയുന്ന ആ സ്ഥലം, അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊക്കെ ഇതിന് ചുറ്റുമുണ്ട്. പിന്നെ ഈ മല സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ഇടുക്കി ജില്ലകളിലെ ഒരു സംയുക്ത മേഖലയാണ് യഥാർത്ഥത്തിൽ മയിലുക്കുംപിടക എന്ന് പറയുന്നത്. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ മലയാറ്റൂർ എറണാകുളം ജില്ലയിലെ ഒരു മലയാണ്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു മലയാണ്. അങ്ങനെ നടന്ന് ഏകദേശം നമ്മൾ ഒരു ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. 5-ാം സ്ഥലം പിന്നിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് മൈലക്കൊമ്പ് ദേവാലയം അങ്ങ് ദൂരെ ആ ഒരു ദേവാലയം നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000 അടി ഉയരത്തിലാണ് ഈ ഒരു കുരിശുമുടി ഉള്ളത്. മലയാറ്റൂർ കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു കുരിശുമുടി തന്നെയാണ് ഈ ഒരു മണിയന്ത്രം കുരിശുമുടി. പണ്ട് മണിയന്തടം എന്ന് വിളിച്ചിരുന്ന സ്ഥലമാണ് പിന്നീട് പറഞ്ഞത് മണിയന്ത്രം എന്ന രീതിയിലേക്ക് ഇപ്പോൾ ഈ ഒരു കുരിശുമലയ്ക്ക് പേര് വന്നിരിക്കുന്നത്. എറണാകുളം ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് ഈ ഒരു മണിയന്ത്രം കുരിശുമല എന്നുള്ളത്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ മലകളിൽ മലയാറ്റൂർ കഴിഞ്ഞാൽ 2-ാം സ്ഥാനം ഈ ഒരു മണിയന്ത്രം കുരിശുമലയ്ക്കാണ്. ഒപ്പം മൈലക്കൊമ്പ്, നാഗപ്പുഴ, കദളിക്കാട്, വടക്കോട്, കല്ലൂർക്കാട് എന്നീ 5 ഇടവകകളുടെ അതിർത്തികളോട് ചേർന്നാണ് ഈ ഒരു പ്രദേശം ഇവിടെ നിലകൊള്ളുന്നത്. പന്ത്രണ്ടാം സ്ഥലം ഈശോ മിശിഹാ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റ് സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എൻ്റെ പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. എൻ്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അങ്ങനെ കുരിശിൻ്റെ വഴി കയറിക്കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു
പുണ്യമായ ഈ ഒരു മലയുടെ മുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്നോടൊപ്പം വികാരിച്ച് തന്നെയുണ്ട്. അച്ഛാ, എങ്ങനെയാണ് ഈ ഒരു നോമ്പ് കാലത്ത് ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു മലയിലെ ശുശ്രൂഷകളൊക്കെ എങ്ങനെയാണ്? നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും മലമുകളിലേക്ക് വിശുദ്ധ കുരിശിൻ്റെ വഴിയുണ്ട്. കൂടാതെ എല്ലാ മാസത്തെ വെള്ളിയാഴ്ചകളും ഉണ്ട്. പിന്നെ പ്രധാന തിരുനാൾ നമ്മൾ പുതുഞായറാഴ്ചയാണ് ഇവിടെ നടത്തുക. തോമാസ് ലീഹ പ്രാർത്ഥിച്ചിരുന്ന മലയായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് പുതുഞായറാഴ്ച 2 കുർബാനയുണ്ട്. രാവിലെ കുർബാനയുണ്ട്, പിന്നെ 10 മണിക്ക് കുർബാനയും അതുപോലെ തന്നെ പ്രദർശനവും മറ്റെല്ലാ കാര്യങ്ങളുമുണ്ട്. ധാരാളം ആളുകൾ ഇവിടുന്ന് ഇടവകയിൽ നിന്ന് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ ഇടവകളിൽ നിന്നും പുതിയ ഞായറാഴ്ച ഇവിടെ ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. ഈ കോതമംഗലം രൂപതയിലാണ് ഇപ്പോൾ ഈ ഒരു ദേവാലയം ഈ ഒരു കുരിശുമലയും സ്ഥിതി ചെയ്യുന്നത്. കോതമംഗലം രൂപതയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കുരിശുമല തന്നെയാണ് ഈ ഒരു മണിയന്തരം കുരിശുമല. അപ്പോൾ രൂപതയിൽ നിന്നുള്ള വിശ്വാസികൾ എല്ലാവരും ഈ ഒരു നോമ്പ് കാലത്ത് ഇവിടെ വരുന്നുണ്ടോ? അങ്ങനെ നമ്മൾ രൂപതയിൽ നിന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം വരികയും ചെയ്തിട്ടുണ്ട്. അത് ഈ വർഷവും അത്തരത്തിൽ ഈ വർഷവും അങ്ങനെ ക്രമീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണ് വിശ്വാസികൾ ഇവിടെ കയറി പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? അവർ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചതായിട്ട് പറയാറുണ്ട്. മുട്ടിന് വേദനയായിരുന്നു, അത് മാറി. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളൊക്കെ മാറിയതായിട്ട് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ മണിയന്തരം കുരിശുമുടിയിലേക്കുള്ള നേർച്ച കാഴ്ചകൾ, ഉറുമ്പത്തിൻ്റെ നേർച്ച കൊണ്ട് നമ്മുടെ വീട്ടിലെ ഉറുമ്പിൻ്റെ ശല്യം പൂർണ്ണമായും മാറിക്കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ അടുത്ത നാളിൽ തന്നെ. അങ്ങനെ നിരവധിയായ നേർച്ചകൾ ഇവിടെ നമ്മൾ നടത്താറുണ്ട്. അപ്പം നേർച്ചകൾ, നെയ്യപ്പം നേർച്ചകൾ, ഉണ്ണിയപ്പം നേർച്ചകൾ, ഇങ്ങനെ പലഹാര നേർച്ചകളാണ് ഇവിടെ മുഖ്യമായും പുതിയ ഞായറാഴ്ച തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേർന്നതിൻ്റെ ഫലമായിട്ട് എൻ്റെ വീട്ടിൽ എങ്ങനെ ചോക്ക് വരച്ചാലും എന്ത് വരച്ചാലും ഉറുമ്പ് ശല്യമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇനി കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഉറുമ്പ് പോലും എൻ്റെ വീട്ടിലില്ല. ദൈവത്തിന് നന്ദി. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഈ ഒരു മണ്ണിലെ ക്രൈസ്തവ വിശ്വാസം വളർന്നിരുന്നു. തോമാസ് ലീഹ മൈലാപ്പൂരിൽ നിന്ന് അവിടുത്തെ വിശ്വാസികളുമായി ഇവിടെ വന്ന് പിന്നീട് ഇവിടെ നിന്ന് മൈലക്കൊമ്പിൽ ക്രൈസ്തവ വിശ്വാസം വളരുകയായിരുന്നു എന്നതാണ് ക്രൈസ്തവർ പാരമ്പര്യമായി തന്നെ വിശ്വസിച്ചു പോരുന്ന സത്യം. ഇത് ചരിത്ര സത്യത്തെക്കാൾ അല്ലെങ്കിൽ ചരിത്രപരമായി എഴുതിയിരിക്കുന്ന ലിഖിതങ്ങളെക്കാൾ ഉപരിയായിട്ട് ഇത് വിശ്വാസികൾ പണ്ട് വാമൊഴിയായി പറഞ്ഞ് വിശ്വസിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈലക്കൊമ്പ് ദേവാലയവുമായി ബന്ധപ്പെട്ട് തന്നെ, അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ മണിയന്തരം മല വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം തോമാസ് ലീഹ മൈലക്കൊമ്പിലായിരുന്ന സമയത്ത് ഈ ഒരു മലയുടെ മുകളിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു മലയുടെ ഏറ്റവും മുകളിലാണ്, ഇവിടെ വന്ന് ശാന്തമായി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് മലമുകളിൽ പോയി പ്രാർത്ഥിച്ച് ആ ഒരു മാതൃക കാട്ടിക്കൊടുത്തു. അതേ മാതൃക തന്നെ തോമാസ് ലീഹയും പിന്തുടർന്നു എന്നത് ചരിത്രമാണ്. കാരണം മൈലാപ്പൂരിലായിരുന്നപ്പോൾ ചുറ്റുമുള്ള മലകളിൽ വൈകുന്നേര സമയങ്ങളിൽ ശാന്തമായി തന്നെ തോമാസ് ലീഹ പ്രാർത്ഥിച്ചിരുന്നു. അത്തരത്തിൽ തന്നെ ആ ഒരു ചരിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു മണിയന്തരം മലയിൽ തോമാസ് ലീഹ വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വന്നിരുന്ന് തോമാസ് ലീഹ പ്രാർത്ഥിച്ചിരുന്നു എന്നതാണ് വാമൊഴിയായി നമ്മൾ വിശ്വസിച്ചു പോരുന്നത്. വർഷങ്ങളായിട്ട് ഈ ഒരു മൈലക്കൊമ്പിലെ ഇടവകാംഗവും ഒപ്പം തന്നെ ഈ ഒരു മണിയന്തരം കുരിശുമല കയറുകയും ചെയ്യുന്ന ചേട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സോണി. ഞാനിവിടെ മൈലക്കൊമ്പ് പള്ളിയുടെ ട്രസ്റ്റി ആയിരുന്നു. ഇപ്പോൾ നിലവിലല്ല. ഇവിടെ 6 വർഷം ഇവിടെ ട്രസ്റ്റി ആയിരുന്നു. അപ്പം ഏകദേശം 1912 മുതലാണ് ഈ മണിയന്തരം കുരിശുമടി നമുക്ക് പരിശുദ്ധ പിതാവ് നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത്. തീർത്ഥാടന കേന്ദ്രമായിട്ട് അനുവദിച്ചു. അന്ന് മുതൽ ഇവിടെ മലകയറ്റം സ്ഥിരമായിട്ട് ഉള്ളതാണ്. മെത്രാൻ അനുവദിച്ചു തന്നു. അന്ന് മുതൽ സ്ഥിരമായിട്ട് തീർത്ഥാടകർ ആദ്യകാലങ്ങളിലൊക്കെ പല ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ മണിയന്തരത്ത് കുരിശുമടി കയറാൻ ആൾക്കാർ തീർത്ഥാടകർ വരുമായിരുന്നു. ഇപ്പോൾ മറ്റുള്ള പല സ്ഥലത്തുകളും കുരിശുമടികളുള്ള കാരണം എന്നാലും നമ്മുടെ ഈ ഇടവകയിലും പരിസരത്തുള്ള കല്ലൂർക്കാട്, കതിലിക്കാട്, വാഴക്കുളം, മൂവാറ്റുപുഴ, തൊടുപുഴ ഭാഗത്തുനിന്ന് ആൾക്കാർ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ തിരുനാളാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചകൾ എങ്ങനെയാണ്? ഇവിടെ നേർച്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നേർച്ച കൊടുക്കുന്ന നേർച്ചകൾ പാച്ചോറ് നേർച്ച കൊടുക്കും. പിന്നെ ഉണ്ണിയപ്പം നേർച്ചയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മളിപ്പോൾ
ഇപ്പോൾ നോയമ്പില്ല എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ മല കയറുന്നുണ്ട്. അല്ലാതെ ആ സമയത്തെല്ലാം പാച്ചോറോ അല്ലെങ്കിൽ അതോരോ വീട്ടുകാർ നേരുന്നതാണോ? അല്ല, നമ്മൾ പള്ളി കോമൺ ആയിട്ട് വീട്ടുകാർ ഓരോ നേരുന്നത് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കാഴ്ച സമർപ്പിക്കുന്നുണ്ട്. ഈ ഒരു മണിയന്ത്ര കുരിശുമലയുടെ ഏറ്റവും മുകളിൽ നമ്മൾ നിൽക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. തൊടുപുഴയുടെയും മൂവാറ്റുപുഴയുടെയും എല്ലാം ആ ഒരു നഗരങ്ങളുടെ വളരെ മനോഹരമായ കാഴ്ച ഈ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം ശാന്തമായ ഒരു ഇടം, അതാണ് ഈ ഒരു മണിയന്ത്ര കുരിശുമലയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകളുടെ ക്രൈസ്തവ പാരമ്പര്യമുള്ള തോമാസ് ലീഹായുടെ മക്കളായ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കുരിശുമലയാണ് ഈ ഒരു മണിയന്ത്ര കുരിശുമല എന്നത്. തീർച്ചയായിട്ടും വാഴക്കുളത്ത് നിന്ന് വളരെ അടുത്താണ് ഈ ഒരു കുരിശുമല. സാധിക്കുന്നവർ പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് കാലത്ത് ഈ ഒരു കുരിശുമല സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ശ്രമിക്കണം, സമയം കണ്ടെത്തണം. കേരളത്തിലെ പ്രധാനപ്പെട്ട കുരിശുമലകളെ പരിചയപ്പെടുത്തുന്ന കുരിശുമലകൾ എന്ന ഈ ഒരു പ്രോഗ്രാം ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും മറ്റൊരു കുരിശുമലയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.